പണം വാങ്ങി കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ലഹരി വസ്തുക്കൾ എത്തിക്കാൻ സംഘം. തടവുകാർക്ക് ബീഡിയും കഞ്ചാവും മൊബൈലും മതിലിന് മുകളിലൂടെ എറിഞ്ഞു കൊടുത്താൽ 1000 രൂപയാണ് കൂലി. മതിലിനകത്ത് നിന്ന് സിഗ്നൽ കിട്ടിയാൽ പുറത്തുനിന്ന് എറിഞ്ഞു കൊടുക്കുകയാണ് രീതി. ലഹരി വസ്തുക്കളും മൊബൈൽ ഫോണും യഥേഷ്ടം ലഭിക്കുന്ന ഇടമായി കണ്ണൂർ സെൻട്രൽ ജയിൽ മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ജയിലിന് പുറത്തുനിന്നും അകത്തേക്ക് മൊബൈൽ ഫോൺ എറിഞ്ഞു നൽകുന്നതിനിടയിൽ പുതിയതൊരു സ്വദേശിയായ അക്ഷയ് പിടിയിലാവുന്നത്. അക്ഷയ് പോലീസിന് നൽകിയ മൊഴിയാണ് ഏറെ ഗൗരവമുള്ളത്. ജയിലിനുള്ളിലേക്ക് ലഹരി വസ്തുക്കളും മൊബൈൽ ഫോണും എറിഞ്ഞു നൽകാൻ ഒരു പ്രത്യേക സംഘം തന്നെ പ്രവർത്തിക്കുന്നു. ജയിലിനുള്ളിൽ തടവ് പുള്ളികളെ സന്ദർശിക്കുന്ന ആളുകൾ ധാരണയുണ്ടാക്കും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഘത്തെ വിവരമറിയിക്കുന്നത്. ജയിലിനുള്ളിൽ നിന്നും സിഗ്നൽ എന്ന നിലയിൽ തടവുകാർ പുറത്തേക്ക് കല്ലുകളോ മറ്റോ എറിയും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്തുനിന്ന് മൊബൈൽ ഫോണും ലഹരി വസ്തുക്കളും എറിഞ്ഞു നൽകുന്നത്. മൊബൈൽ ഫോൺ പൊട്ടാതിരിക്കാൻ അതീവ സുരക്ഷയോടെ ചാക്കിൽ കെട്ടിയാണ് ഉള്ളിലേക്ക് എറിയുന്നത്. കഴിഞ്ഞ ദിവസം അക്ഷയ് പിടികൂടിയപ്പോൾ ഇയാളുടെ പക്കൽ നിന്നും 15 കെട്ട് ബീഡിയും 5 പാക്കറ്റ് ഹാൻസും ഒരു മൊബൈൽ ഫോണുമാണ് പിടിച്ചെടുത്തത്. ഈ സംഘത്തെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അക്ഷയ്ക്കൊപ്പം മറ്റ് 2 പേർ കൂടി ഉണ്ടായിരുന്നു. അവർ ഓടി രക്ഷപ്പെട്ടു. ഇവർക്കായുള്ള തെരച്ചിലും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിനുള്ളിൽ കഞ്ചാവും ലഹരി വസ്തുക്കളും മൊബൈൽ ഫോണും ധാരാളമായി പിടികൂടുന്നു എന്നതൊരു പുതിയ വാർത്തയല്ല. പക്ഷേ ഇത് തടയാൻ ഇതുവരെ പോലീസിനോ ജയിൽ ജീവനക്കാർക്കോ കഴിഞ്ഞിട്ടില്ല. ജയിലിനു ചുറ്റും സുരക്ഷ വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയൂ. കണ്ണൂരിൽ നിന്നും ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.